ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ ബ്രസീലിന് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു. മൊറോക്കോയും ബ്രസീലും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം സൈബേറിയയുടെ ഗോൾ പിറന്നു. അതിന് മറുപടിയായി വിനീഷ്യസ് ജൂനിയർ ഒരു കിടിലൻ ഗോൾ നേടി. രണ്ടാം പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നില്ല. മത്സരത്തിന്റെ തുടക്കത്തിൽ മൊറോക്കോ മികച്ച പ്രകടനം നടത്തി. പക്ഷെ പിന്നീട് ബ്രസീൽ പതിയെ തിരിച്ചു വന്നു. രണ്ടാം പകുതിയിൽ കൂടുതൽ കൺട്രോൾ വരുത്താൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ മൊറോക്കോ അറ്റാക്കുകൾ നടത്തിക്കൊണ്ട് ബ്രസീലിനെ വലക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മത്സരത്തിന്റെ അവസാനത്തിൽ ആലിസൺ ബക്കർ ഒരു മികച്ച സേവൊക്കെ നടത്തുകയും ചെയ്തു. പക്ഷെ ബ്രസീലിയൻ ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകടനമൊന്നുമല്ല ബ്രസീൽ നടത്തിയിട്ടുള്ളത്. അവർ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അത് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാന പ്രശ്നം ബ്രസീലിന്റെ മധ്യനിര തന്നെയാണ്. മധ്യനിര വളരെ മോശം പ്രകടനമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. മധ്യനിരയിലൂടെ ക്രിയേറ്റീവായ മുന്നേറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ പലപ്പോഴും വന്നത് അത് രണ്ട് വിങ്ങുകളിലൂടെയുമാണ്. മധ്യനിരയിലെ താരങ്ങളായ ലുക്കാസ് പക്കേറ്റ, ബ്രൂണോ ഗുയിമറസ്, കാസിമിറോ ഇവരെല്ലാവരും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കാസിമിറോക്ക് ആദ്യ പകുതിയിൽ ഒരു യെല്ലോ കാർഡ് ലഭിച്ചു. അതോടുകൂടി രണ്ടാം പകുതിയിൽ അദ്ദേഹത്തെ പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ബ്രൂണോ ഗിമറസിനും ലുക്കാസ് പക്കേറ്റയ്ക്കും അവസരങ്ങൾ ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ക്രിയേറ്റീവായി കളിക്കുന്നതിൽ ബ്രസീൽ അമ്പേ പരാജയമായിരുന്നു എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ബ്രസീലിന്റെ മധ്യനിര വളരെ മോശം രൂപത്തിലാണ് കളിച്ചത്. അതാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിച്ചത്. ലുക്കാസ് പക്കേറ്റയും അതുപോലെ തന്നെ ബ്രൂണോ ഗൊയ്മറസും ഒക്കെ നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പക്കേറ്റ നല്ല രൂപത്തിൽ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ റാഫീഞ്ഞയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം ഇന്ന് വളരെയധികം നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഷോട്ട് അദ്ദേഹത്തിന്റെ പക്കലിൽ നിന്നും ഉണ്ടായിരുന്നു. അത് മൊറോക്കൻ ഗോൾ കീപ്പർ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. അല്ലാതെ യാതൊരുവിധ തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസും ഈ മത്സരത്തിൽ ചെലുത്താൻ റാഫീഞ്ഞയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മുഴുവൻ സമയവും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. എന്നാൽ അതിനോട് നീതി പുലർത്തുന്ന ഒരു പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. വിനീഷ്യസ് ജൂനിയറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ല ഒരു ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട്, അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ചെറിയ ഒരു ഇടിവ് സംഭവിച്ചു. പലപ്പോഴും ബോൾ നഷ്ടപ്പെടുത്തുന്ന ഒരു വിനീഷ്യസ് ജൂനിയറെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകിയ ഒരു കാര്യമായിരുന്നു. കൂടാതെ ഇഗോർ തിയാഗോക്ക് ലഭിച്ച ഒരു അവസരം അദ്ദേഹം പാഴാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു ഹെഡർ അവസരം ലഭിച്ചിരുന്നു, അത് മുതലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ അവസരങ്ങൾ ഇഗോർ തിയാഗോക്ക് ലഭിച്ചിട്ടില്ല എന്ന വസ്തുത നമുക്ക് മറക്കാൻ കഴിയില്ല. പക്ഷെ ഇഗോർ തിയാഗോയേക്കാൾ നല്ലത് എൻട്രിക്കിനെ പോലെയുള്ള ഒരു താരത്തെ ഉപയോഗപ്പെടുത്തുന്നതാണോ എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർ ഉയർത്തുന്നുണ്ട്. ഏതായാലും ബ്രസീലിന്റെ മധ്യനിര മെച്ചപ്പെടേണ്ടതുണ്ട്. നെയ്മറെ പോലെയുള്ള ഒരു താരത്തെ ഇപ്പോൾ ബ്രസീൽ വല്ലാതെ മിസ് ചെയ്യുന്നു. മധ്യനിരയിൽ നിന്നും ക്രിയേറ്റീവായ മുന്നേറ്റങ്ങൾ ഒന്നും വരുന്നില്ല. നെയ്മർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ ബ്രസീലിന് സാധിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.